ഇന്ന് ഞാൻ നല്ലൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഫ്ലവർ പോട്ട് ഷവർമ. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു 3 ഇല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് നല്ലോണം കുഴച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ ഓയിലും 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഓയിൽ മതി. ഇതിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 12 ചെറിയ പോട്ടെങ്കിലും നമുക്ക് 1 കപ്പ് മൈദ കൊണ്ട് കിട്ടും. ഇനി ഇത് നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്കിത് മൂടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇതുപോലെ ചെറുതാക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസും സോയ സോസും കൂടെ ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഓപ്ഷണലാണ്, യാതൊരു നിർബന്ധമില്ല. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ പുരട്ടി നേരത്തെ മാറ്റി വെച്ച മാവിൽ നിന്നും ഒരു ചെറിയ ബോൾ എടുത്ത് ഇതുപോലെ പരത്തണം. എന്നിട്ടൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് അതിൽ ഓയിൽ പുരട്ടി നമ്മൾ പരത്തി വെച്ച മാവ് ഇതുപോലെ വെക്കണം. ടൈം ഒരു 4-5 ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഇത് പൊരിച്ചെടുക്കാൻ പറ്റും. ഇഫ്താർ ടൈമിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് 1 മണിക്കൂർ നേരത്തെ തന്നെ ഉണ്ടാക്കി വയ്ക്കാം. ഇനി ഒരു കടായി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഒരു ഗ്ലാസ് ഇതുപോലെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മാവ് ചൂടാകുമ്പോൾ ഗ്ലാസ്സിൽ നിന്നും അത് വിട്ടുപോരും. പിന്നെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിലോട്ട് എണ്ണ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ധൃതി ഒട്ടും വേണ്ട. ഇഫ്താർ ടൈമിലാകുമ്പോൾ എല്ലാവരും കുറച്ച് തിരക്ക് കൂടുതലുള്ള സമയമാവും. അപ്പോൾ നിങ്ങളിത് ഒരു 1 അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 5-6 ഗ്ലാസ്സിൽ ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനൊരു ബൗളെടുത്ത് ചെറുതായി എരിഞ്ഞ ക്യാബേജ് 1 കപ്പ്, 1/2 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് വലിയ ഉള്ളി, 1 തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ ഷ്രെഡഡ് ചിക്കൻ, 1 കപ്പ് മയണൈസ്. ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ക്യാപ്സിക്കും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ തക്കാളിയിൽ നിന്ന് ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിപ്പോവും. ഉള്ളി ഓപ്ഷണലാണ്. ഉള്ളിക്ക് പകരം കുക്കുംബർ ആയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇത് കഴിക്കാറാകുമ്പോൾ നമുക്കിത് ഫില്ലിങ്സൊക്കെ പോട്ടിലോട്ടിട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇഫ്താർ ടൈം ആകുമ്പോൾ എല്ലാവരും കുറച്ച് തിരക്കിട്ട ടൈമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.